അനുസ്മരിക്കാനടയുന്നിതാ. നാഥന്റെ കാൽവരിയാഗത്തിനോർമ്മകൾ അനുസ്മരിക്കാനണയുന്നിതാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. അനുഗ്രഹപൂർണമാകട്ടെ നിങ്ങളുടെ ജന്മമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യോഹന്നാൻ്റെ അടുക്കൽ വരുന്ന ശിഷ്യരെ, അവർ യോഹന്നാൻ്റെ പ്രവൃത്തിയും യോഹന്നാൻ്റെ വാക്കുമൊക്കെ കണ്ടിട്ട് ഇവനായിരിക്കും മെശിഹ എന്ന വിചാരത്തോടുകൂടി പിന്നാലെ കൂടിയവരുമുണ്ട്. കൂടെ താനാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അവനെ അനുഗമിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ ആ സീനിലേക്ക് കാണുമ്പോൾ യോഹന്നാൻ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്, താൻ അവൻ്റെ ചെരുപ്പിൻ്റെ അഴിക്കാൻ പോലും യോഗ്യനല്ലാത്തവനാണ്, അവനാണ് വളരേണ്ടവൻ, ഞാൻ ചെറുതാകേണ്ടവനാണെന്ന് വിനയത്തോട് പറയാനായിട്ടുള്ള വിശ്വാസവും വിനയവും ഒക്കെ യോഹന്നാൻ പ്രകടിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും സൈൻ ബോർഡുകളാണ്. നമ്മളെല്ലാവരും ഈ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടേണ്ട വഴികാട്ടികളാണ്. നമ്മളൊന്നും ക്രിസ്തുവാണ് എന്ന് അവകാശപ്പെടുവാനായിട്ട് യോഗ്യരല്ല. എന്നാൽ ഇക്കാലത്ത് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ മനോഭാവം കുറഞ്ഞു പോകുന്ന വിശ്വാസി സമൂഹത്തെയാണ്. ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞാൽ, ആർക്കെങ്കിലുമൊക്കെ ഒരു സൗഖ്യം നൽകുവാനായിട്ട് കഴിഞ്ഞാൽ, പിന്നെ ക്രിസ്തുവിനെ വിട്ട് എന്നിലേക്ക് അനുയായികളെ കൂട്ടുവാനായിട്ട് പരിശ്രമം നടത്തുകയും ചെയ്യുന്നവരാണ് നമ്മുടെ ചുറ്റുപാടുകളും ഇന്നുള്ളത്. നമുക്കറിയാം, മണി പവർ കൊണ്ടും സമ്പത്ത് കൊണ്ടും സ്ഥാനമാനങ്ങൾ നൽകിയും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ ഈ എന്നിലേക്ക് ജനത്തെ അടപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ക്രിസ്തു മനോഭാവം, യോഹന്നാനുണ്ടായ വിനയം, ഇതെല്ലാം നമുക്കുണ്ടാകുവാനായിട്ട് ഇന്ന് വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളൊരു നഴ്സറി ക്ലാസ് നടത്തുകയാണെങ്കിൽ ആ നഴ്സറി ക്ലാസ് നടത്തുമ്പോഴും നമ്മളും പലപ്പോഴും പരാതിപ്പെടും, എൻ്റെ നഴ്സറി ക്ലാസ്സിൽ നിന്ന് എൻ്റെ കുട്ടികളെ തട്ടിയെടുത്ത് മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന്. അതുപോലെ തന്നെ ചെറിയതും വലുതുമായിട്ടുള്ള കാര്യത്തിൽ നമ്മളിങ്ങനെ പരാതിപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് പ്രകാരമാണ്, ഈശോയെ, ഞങ്ങൾക്ക് വിനയം തരണമേ, കാരണം നീ വളരണം, ഞങ്ങളല്ല മറിച്ച് നീയാണ് അറിയപ്പെടേണ്ടതും എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരാതിപ്പെട്ടു പോയ ഇന്നലകളെയെല്ലാം നമുക്കോർക്കാം. പരാതികളെല്ലാം ഈശോയെ ഞങ്ങളുടെ അവിവേകം കൊണ്ട് വന്നു പോയിട്ടുള്ളതാണ്. ഈശോയെ, അതിന് ഞങ്ങളോട് മാപ്പും കരുണയും കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇത് കൃതജ്ഞതയുടെ ബലിയാണ്. ഈഡൻ ജോയി, സ്കാർലറ്റ് ലിനറ്റ് സ്റ്റീവൻ, ഇവർ ജന്മദിനത്തിന് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദീപബലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് റീത്ത ചിറമേൽ, മൂളി അനിൽ കൈതവളപ്പിൽ, തങ്കമ്മ അമ്മ പറമ്പിൽ, മൈക്കിൾ തോമസ്, യോഹന്നാൻ പീലിപ്പോസ് പുത്തൻപുരയ്ക്കൽ എന്നിവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യോഗ്യരായി അർപ്പിക്കേണ്ടതിന്, നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലകമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, മനസ്സിന്റെയും ശരീരത്തിന്റെയും ശാശ്വതമായ ആരോഗ്യത്തിൽ അങ്ങേ ദാസരായി ഞങ്ങൾ സന്തോഷിക്കുവാനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മഹത്വമേറിയ മധ്യസ്ഥതയാൽ ഇക്കാലയളവിലെ വിഷമതകളിൽ നിന്ന് വിമുക്തരായി നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. വാത്സല്യമുള്ളവരെ, പിതാവിൻ്റെ ഇഷ്ടാനുസാരം നാം എന്ത് ചോദിച്ചാലും അവിടുന്ന് നമ്മുടെ അപേക്ഷകൾ കേൾക്കും. ഇതാണ് അവിടുത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ആത്മധൈര്യം. നാം എന്ത് ചോദിച്ചാലും അവിടുന്ന് കേൾക്കുമെന്ന് നമുക്കറിയാം. നമ്മുടെ അപേക്ഷകൾ അവിടുന്ന് അനുവദിക്കുമെന്ന് നമുക്ക് നിശ്ചയമുണ്ട്. തൻ്റെ സഹോദരൻ മരണകരമല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അവൻ അയാൾക്ക് വേണ്ടി അപേക്ഷിക്കട്ടെ. മരണകരമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് ആയുസ്സു നൽകപ്പെടും. എന്നാൽ മരണകരമായ പാപവുമുണ്ട്. അതിനെക്കുറിച്ച് ആരെങ്കിലും അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ തിന്മയും പാപമാണ്, അതു മരണകരമായ പാപവുമാകാം. ദൈവത്തിൻ്റെ മക്കൾ പാപം ചെയ്യുകയില്ലെന്ന് നമുക്കറിയാം. ഏകജാതൻ അവരെ സംരക്ഷിച്ചുകൊള്ളും. ദുഷ്ടത അവരെ നശിപ്പിക്കുകയില്ല. നാം ദൈവത്തിൻ്റേതാണെന്നും ലോകം മുഴുവൻ തിന്മയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണെന്നും നമുക്കറിയാമല്ലോ. ദൈവപുത്രൻ വന്നു കഴിഞ്ഞെന്നും സത്യദൈവത്തെ അറിയാൻ വേണ്ട വിവേകം നമുക്ക് നൽകിയിട്ടുണ്ടെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവിടുത്തെ പുത്രനിലാണ് നമ്മുടെ നിലനിൽപ്പ്. അവിടുന്ന് സത്യദൈവവും നിത്യജീവനുമാകുന്നു. പ്രിയമക്കളെ, വിഗ്രഹാരാധനയിൽ നിന്ന് അകന്നു നിൽക്കുവിൻ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. കർത്താവിന് ഒരു നവ്യഗാനം ആലപിക്കുവിൻ. അവിടുത്തെ സ്തുതി വിശുദ്ധരുടെ സഭയിൽ മുഴങ്ങട്ടെ. ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോൻ്റെ മക്കൾ തൻ്റെ രാജാവിനെ പ്രതി ആഹ്ലാദിക്കട്ടെ. ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. അവർ നൃത്തം ചെയ്ത് അവിടുത്തെ തിരുനാമത്തെ സ്തുതിക്കട്ടെ. തപ്പും കിന്നരവുമായി അവർ അവിടുത്തെ കീർത്തനം പാടട്ടെ. എന്തെന്നാൽ കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു, എളിയവരെ വിജയം കൊണ്ട് അലങ്കരിക്കുന്നു. ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. വിശുദ്ധർ മഹത്വം കൊണ്ട് ആനന്ദിക്കട്ടെ. അവർ തങ്ങളുടെ ഉറക്കറകളിൽ ഉല്ലസിക്കട്ടെ. അവരുടെ കണ്ടത്തിൽ ദൈവത്തിൻ്റെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഇതാണ് അവിടുത്തെ സകല വിശുദ്ധരുടെയും മഹത്വം. ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ട ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ട യേശുവേ, അങ്ങേക്കു മഹത്വം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും യൂദയ ദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. സാലേമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവൻ്റെ അടുത്തേക്ക് സ്നാനം സ്വീകരിക്കുവാനെത്തി. യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, ജോർദാൻ്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ, നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ അവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോകുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ല എങ്കിൽ
ആർക്കും ഒന്നും സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. അപ്പവും വീഞ്ഞുമേ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനെ. അപ്പവും വീഞ്ഞുമേ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനെ. ആശീർവദിച്ചങ്ങി കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ, ആശീർവദിച്ചങ്ങി കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ, അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനെ. അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനെ. സഹോദരങ്ങളെ, നമ്മുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, ബലിവസ്തുക്കളോടൊപ്പം അങ്ങേ ജനത്തിന്റെ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ പുത്രന്റെ മാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയാൽ എല്ലാ പ്രാർത്ഥനകളും കേൾക്കപ്പെടുവാനും എല്ലാ അപേക്ഷകളും ഫലമണിയുവാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തൻ നിത്യമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യയായ പരിശുദ്ധ മറിയത്തിന്റെ വണക്കം ആചരിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യകാത്വത്തിന്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. സ്വർഗവും ശാക്തികന്മാരും ധന്യരായ ഭക്തിചോലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ
വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചടങ്ങുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്റ്റിഗയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും ഇന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായി ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും
എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണേ, ശാന്തി നൽകണേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കു കൽപ്പിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഈശോ, നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ, നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ, യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും, ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും, ഈശോ, നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നീ എൻ്റെ പ്രാണനല്ലോ, നിത്യജീവന്റെ മാർഗമല്ലോ. നീ എൻ്റെ പ്രാണനല്ലോ, നിത്യജീവന്റെ മാർഗമല്ലോ. നിന്നിൽ ചിരം വസിക്കാൻ എന്നെ നിന്റേതായി
നിന്റേതായി മാറ്റിയിടുവാൻ, നിന്നിൽ ചിരം വസിക്കാൻ എന്നെ നിന്റേതായി മാറ്റിയിടുവാൻ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സ്വർഗീയ കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സ്മരണാഘോഷത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ ഈ അമ്മയുടെ മധ്യസ്ഥവും മാതൃകയും വഴി ഞങ്ങളുടെ പരിത്രാണത്തിന്റെ രഹസ്യം സമുചിതം ശുശ്രൂഷിപ്പാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കേണി നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്ക് മാപ്പൊടുക്കുകയും എല്ലാ മനുഷ്യരുടെ നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ റീത്ത ചിറമേൽ, മോളി അനിൽ കൈതവളപ്പിൽ, തങ്കമ്മ അമ്മ പറമ്പിൽ, മൈക്കിൾ തോമസ്, യോഹനാൻ ഫിലിപ്പോസ് പുത്തൻപുരക്കൽ എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിപ്പാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യതേജസ് ഇവരുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിന് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രാശ്ചിത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ ഒരു പിശുക്കനായിട്ടുള്ളൊരു മനുഷ്യൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരല്പം ആഴമുള്ള കുഴിയിലേക്ക് വീണു.
ഈ പിശുക്കനായ മനുഷ്യനെ കരയിലേക്ക് കയറ്റുവാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചു. കരയുടെ അടുക്കൽ ആ കുഴിയുടെ വക്കിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ഗീവ് യുവർ ഹാൻഡ്, കൈതരൂ, നിന്നെ കയറ്റുവാനായിട്ടാണ്, കൈതരൂ, ഗീവ് യുവർ ഹാൻഡ് എന്ന് പറയാൻ തുടങ്ങി. എന്നാൽ ഈ മനുഷ്യൻ കരയ്ക്ക് വരുവാനായിട്ട് ഒരു താല്പര്യമില്ലാത്തത് കണക്ക് താഴെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ ഒരു യുവാവ് ഈ കുഴിയുടെ അരികിൽ മുട്ടുകുത്തി നിന്നിട്ട് ഈ മനുഷ്യനോട്, കുഴിയിൽ കിടക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, ടേക്ക് മൈ ഹാൻഡ്. അദ്ദേഹം ഉടനെ ആ കയ്യിൽ കയറി പിടിച്ചു, കരയിലേക്കെത്തി. അപ്പോൾ യുവാവിനോട് ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു? അപ്പോൾ യുവാവ് ആ കൂടി നിന്ന ജനത്തോട് പറഞ്ഞു, 5 പൈസ കൈകൊണ്ട് ആർക്കും കൊടുക്കാത്ത മനുഷ്യനാണിത്. ഈ മനുഷ്യനോട് ഗീവ് യുവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ തരാനാണ്? നിന്റെ കൈ താന്ന് പറഞ്ഞാൽ അദ്ദേഹം തരുമോ? ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ടേക്ക് മൈ ഹാൻഡ്, എൻ്റെ കാര്യം നീ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചാടിക്കേറി എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.